ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല നല്ല വീഡിയോസ് നമുക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എക്സാമും ക്ലാസ്സൊക്കെ നടക്കുന്ന കാരണമാണ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, അവിൽ വിളയിക്കുന്നതില്ലേ, അപ്പോൾ അത് ഞങ്ങളുടെ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ അവിൽ വിളയിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 കിലോ അവിലാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തേങ്ങ ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1/2 കിലോ കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ കപ്പലണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ എങ്ങനെയാണോ കപ്പലണ്ടി വറുത്തെടുക്കുക അതുപോലെ തന്നെ, ഉപ്പിടണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കപ്പലണ്ടി നന്നായിട്ടൊന്ന് നമുക്ക് വറുത്ത് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് പൊട്ടിത്തുടങ്ങണ പരിവാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇത് പൊട്ടിത്തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇത് ആയി തുടങ്ങുന്നുണ്ടെന്നുള്ള സൂചന കേട്ടോ. അപ്പോൾ കപ്പലിൻ്റെ വറുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 കിലോ ശർക്കര തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ശർക്കര തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1/2 കിലോ ശർക്കരയ്ക്ക് ഒരു തുള്ളി വെള്ളം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് ഉരുക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കപ്പലിൻ്റെയും ഇതേ ഏകദേശം ആയി വരുന്നുണ്ട്, പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കപ്പലിൻ്റെ നമുക്ക് ഈ ഉരുളിയിൽ നിന്ന് മാറ്റി വെക്കണം. വേറൊരു താലത്തിൽക്കോ തളിയിലേക്കോ എങ്ങാനും മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ കപ്പലിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ കപ്പലിൻ്റെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അങ്ങനെ മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തണുത്തിരിക്കും. നമ്മൾ അവിൽ വിളയിച്ചിലിടുമ്പോഴായാലും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞെന്ന് കാണുമ്പോൾ മാത്രം മാറ്റാൻ പാടുള്ളൂ. ഇനി നമുക്ക് അവിൽ വറുക്കണം. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് പവിഴത്തിൻ്റെ മട്ട റോസ്റ്റഡ് അവിലാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോത്തിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അവിൽ വറുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, 1/2 കിലോത്തിൻ്റെ 2 പാക്കറ്റാണ്. അതിൽ 1 പാക്കറ്റാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ കുറേ സമയം എടുക്കും അത് മുരിയാനായിട്ട്. അപ്പോൾ ആദ്യം 1/2 കിലോത്തിൻ്റെ മുരിച്ചെടുക്കണം. അപ്പോൾ അതേ ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതേ ആദ്യം 1/2 കിലോത്തിൻ്റെ പാക്കറ്റ് ഒരു പാക്കറ്റ് ഇതേ ഇവിടെ വറുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ പരിവാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഇത്തിരി എടുത്ത് കഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നല്ല കറുമുറായിട്ടിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മുറത്തിലോ താലത്തിലോ പേപ്പർ വിരിച്ചിട്ട് അത് അതിനകത്തേക്ക് ആവിലിട്ട് കൊടുത്തിട്ട് അടുത്ത പാക്കറ്റ് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് അതേമാതിരി തന്നെ വറുത്തെടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നിച്ചിടുമ്പോൾ കുറേ സമയം നിന്ന് ഇളക്കേണ്ടി വരും. ഇത്തിരിച്ചിടുമ്പോൾ പെട്ടെന്ന്, അതായത് 2 പാക്കറ്റ് 2ആയിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് വറുത്ത് കഴിയും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഉരുളിയിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തേങ്ങ കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ ഉരുളിയിലേക്ക് എന്ത് ചെയ്ത് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. വേറെ സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്. അപ്പോൾ അതേ അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം, നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. അപ്പോൾ ഇതിങ്ങനെ വറുക്കാൻ വെച്ചതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടില്ലേ, അതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ട് ചൂടാറിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ തോല് കളഞ്ഞെടുത്ത് പരിപ്പ് മാത്രമാക്കണം. പക്ഷേ എല്ലാത്തിൻ്റെയും തോലൊന്നും പോവില്ല കേട്ടോ. എളുപ്പമല്ല കപ്പലണ്ടിയുടെ തോല് കളയാനായിട്ട് ഇരിക്കാനായിട്ട്. ഇത്രയും കപ്പലണ്ടി ഒന്നിച്ച് തോല് കളയാനിരിക്കൽ എളുപ്പമല്ല. അപ്പോൾ പറ്റാവുന്ന അത്ര ഇതേമാതിരി ഇങ്ങനെ തിരുമ്പി ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചേറ്റിക്കളയും. അപ്പോൾ ഒരുവിധം ഒക്കെ പോയിട്ടുണ്ടാവും, എന്നാലും ഇടയിൽ പോവാത്ത ഉണ്ടാവും കേട്ടോ, കുറേയൊക്കെ പോവാത്ത ഉണ്ടാവും. അത് പ്രശ്നമില്ല കേട്ടോ, പോവാത്തുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറ്റാവുന്ന അത്ര കളഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ അതേ നമ്മൾ തേങ്ങ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നുള്ളൂ, മുരിഞ്ഞ് വരല്ല, കളർ മാറി വരുന്നുള്ളൂ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ കപ്പലിൻ്റെയൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഏകദേശം നല്ല ബ്രൗൺ ആയത്, ഈ കളറാവണം, ഇതിനേക്കാൾ ഇച്ചിരി കൂടെ കളറാവണത് കണ്ടില്ലേ, ഈ പരിവാവണം. ഇനി എന്നാലേ നല്ലൊരു കറുമുറായിട്ട് ഇരിക്കുള്ളൂ. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വറുത്ത് കോരാം. അത് കഴിഞ്ഞിട്ട് ഇതേ കപ്പലിൻ്റെ കണ്ടില്ലേ തോല് കളഞ്ഞ് വെച്ചിരിക്കുന്നത്, മുഴുവനായിട്ടും പോയിട്ടില്ല, കുറേയൊക്കെ പോവാത്തതുകൊണ്ട് കുറേയൊക്കെ പോയതുമുണ്ട്. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിതിനി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞ് ഇനി മിക്സ് ചെയ്യലാണ്. അപ്പോൾ വറുത്തിട്ട് വെച്ചിരിക്കുന്ന അവിലൊരു വലിയ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് കോരി
വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏലക്കായാണ് കേട്ടോ. അപ്പോൾ ഏലക്കായ പൊടിച്ചത്, ആ പൊടി നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ ആവശ്യത്തിനുള്ളത്. ഇപ്പം ഞങ്ങളിവിടെ 1 കിലോ അവിലും 1/2 കിലോ ശർക്കരയും 1/2 കിലോ കപ്പലണ്ടിയും അതുപോലെ തന്നെ 2 തേങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് ശർക്കര ഒഴിക്കിയത് ഒന്ന് അരിച്ചൊഴിക്കണം കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യണം, അപ്പം തന്നെ കപ്പലണ്ടി ഇട്ടിട്ടില്ല, പക്ഷെ നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കട്ട പിടിക്കും. അപ്പോൾ ഇതേ ശർക്കര ഉരുക്കി ഒഴിച്ചതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉരുളിയിലൊക്കെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, അതൊക്കെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശർക്കര എല്ലായിടത്തേക്കും ആവണ വിധത്തിൽ യോജിപ്പിച്ചെടുക്കണം. കുറച്ച് നേരം ഇളക്കേണ്ട പരിപാടി ഉണ്ട്, അത്രേ ഉള്ളൂ. കുക്കിങ്ങൊക്കെ പെട്ടെന്ന്, അതായത് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിയും. ഇനിയിപ്പോൾ അതേ നമ്മൾ ഇതിനകത്തേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആ കപ്പലണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം പരുവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ സാധാരണ ഇത് വല്യമ്മമാരല്ലേ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാറ്. അപ്പം ഞങ്ങൾക്കും ഇതുണ്ടാക്കി തരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഉമ്മയാണ് കേട്ടോ ഇതുണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ വാപ്പാക്കാണെങ്കിലും രാശിക്കാണെങ്കിലൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്തും ആ ഉമ്മാനെ കൊണ്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല, പക്ഷേ റാഷിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ ഇതിപ്പോൾ അതേ വാപ്പാക്ക് വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് ഉണ്ടാക്കി ആ ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ അതേ അടുത്ത ട്രിപ്പാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതേ നമ്മളൊന്ന് ചെറിയ തീയിൽ ഗ്യാസുമ്മ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ചിട്ടുണ്ടായല്ലോ, അപ്പോൾ അത് തണുത്ത പോലെ ഇരിക്കാണ്ട് അപ്പോൾ ചൂട് തട്ടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് മുരിമുരിയായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് ഗ്യാസുമ്മ വെച്ചിട്ട് ഇതേ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതേമാതിരി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല, മധുരമൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഒന്നും കൂടെ അളവ് പറഞ്ഞുതരാം. 1 കിലോ അവിലേക്ക് 1/2 കിലോ കപ്പലണ്ടി, 1/2 കിലോ ശർക്കര, 2 തേങ്ങ, ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഏലക്കായുടെ പൊടിയും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യണം, ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അപ്പം ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇതേമാതിരി ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാണ്ടൊന്ന് നോക്കണം കേട്ടോ. ശർക്കര ഉള്ള ആരും ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ടിന്നിലിട്ട് കഴിഞ്ഞിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനൊന്നും കൂടെ കാണിച്ചു തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, മധുരമൊക്കെ പാകത്തിനായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.